എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കവിത പ്ലസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്തൊക്കെയാണ് ഈ ചാനലിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്, എൻ്റെ ആ ഒരു കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. 2023 സമയത്തൊക്കെ എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു, കുക്കിംഗ് വീഡിയോസൊക്കെ ആയിട്ട്. എന്തോ അന്ന് അത് നടന്നില്ല. 2023 ലാസ്റ്റ് സമയത്താണ് ഒരു വലിയ മഹാമാരി ക്യാൻസറിൻ്റെ രൂപത്തിൽ എന്നെ പിടികൂടുന്നത്. ലുക്കീമിയ, AML ബ്ലഡ് ക്യാൻസർ പിടികൂടുന്നത്. അപ്പോൾ പിന്നീട് ആ ഒരു 6 മാസം ആ ഒരു അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട്, അഡ്മിഷന്, അതുപോലെ കീമോതെറാപ്പി, അങ്ങനെ തുടങ്ങിയ ട്രീറ്റ്മെൻറ്റ് 6 മാസം കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു. ഒരു അഡ്മിഷൻ തന്നെ 22 ദിവസം 24 ദിവസം എടുക്കും. ആദ്യത്തെ അഡ്മിഷന് 41 ദിവസം എടുത്തു. അപ്പോൾ അങ്ങനെ ആ അഡ്മിഷൻ എല്ലാം കഴിഞ്ഞ് അസുഖം ഭേദമായി ഡിസ്ചാർജ് ആകുന്നത് 2024 ജൂണിലാണ്. അപ്പം ഡോക്ടർ പറഞ്ഞത് ഗുളിക രൂപത്തിൽ 2 വർഷം മെയിൻ്റനൻസ് ട്രീറ്റ്മെൻറ്റ്, അത് 28 ദിവസം കണക്ക് കൂട്ടി 14 ദിവസം മെഡിസിൻ എടുക്കണം. അപ്പം അങ്ങനെ ഇപ്പം 1 വർഷം, ഇപ്പം ഈ ജൂൺ 25 ആകുമ്പോഴത്തേക്ക് ഡിസ്ചാർജ് ആയിട്ട് 1 വർഷം ആകും. അപ്പോൾ ഈ ടാബ്ലറ്റ് കഴിക്കുമ്പോഴും നമുക്ക് കൗണ്ടിലും HBയിലും പ്ലേറ്റ്ലെറ്റിലും ഒക്കെ മരുന്നിൻ്റെ ഭാഗമായിട്ട് കുറവുകൾ വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇമ്മ്യൂണിറ്റി കുറയുന്നത് കാരണം അസുഖങ്ങൾ കയറി പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് പൊതുസ്ഥലങ്ങളിൽ പോകാറില്ല, എപ്പോഴും വീട്ടിൽ തന്നെയാണ് കഴിച്ചു കൂട്ടുന്നത്. ഇപ്പോൾ ഇതൊക്കെ പുറത്തോട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം ഡോക്ടറിനോട് ചോദിച്ചു, അങ്ങനെ ഡോക്ടർ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ആ അഡ്മിഷൻ സമയത്ത് എനിക്ക് കുറേ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. കുറേ പേരുടെ വിഷമങ്ങൾ കണ്ടിട്ടുണ്ട്. കുറേ പുതിയ ട്രീറ്റ്മെൻറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാം എന്നിങ്ങനെ ഞാൻ കരുതുന്നുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ അവരെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ വിളിക്കും. അപ്പോൾ ഞാനിങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർ പറയും, കവിതയെ നിനക്കൊരു ബുക്ക് എഴുതരുതോ, ഈ അനുഭവങ്ങളെല്ലാം നിനക്കതിൽ എഴുതരുതോ എന്ന് ചോദിക്കും. നമ്മൾ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്ന ആ ഒരു സംഭവം. അപ്പം അങ്ങനെ ചിന്തിച്ചാണ് എന്നാൽ പിന്നെ എൻ്റെ ആ പഴയ യൂട്യൂബ് എന്ന ആ ഒരു മോഹം വീണ്ടും മനസ്സിൽ ഇങ്ങനെ, ആ ഒരു യൂട്യൂബ് എന്ന ചാനലിനൊരു ആഗ്രഹം വീണ്ടും വന്നു. അങ്ങനെ ആ ആഗ്രഹം വന്ന സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡ് ചേട്ടനോട് ചോദിച്ചു, ഇങ്ങനൊരാഗ്രഹമുണ്ട് എനിക്ക്, ഞാനൊരു യൂട്യൂബ് തുടങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചപ്പം ചേട്ടന് ഒരു എതിരും പറഞ്ഞില്ല. തുടങ്ങിക്കോ, എൻ്റെ സന്തോഷമല്ലേ, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞാൻ മോനോട് ചോദിച്ചപ്പം അവനും ഒരെതിരുമില്ല. അപ്പോൾ എൻ്റെ ഈ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് അത് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അവരോടൊക്കെ ചോദിച്ച് അനുവാദം മേടിച്ചത്. അപ്പോൾ മോനും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അവന് ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടെല്ലാം ചെയ്യാം, സ്ക്രീനിലോട്ട് വരത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഞാൻ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് പതുക്കെ തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ എൻ്റെ അനുഭവങ്ങൾ, ഞാനെന്ന വ്യക്തിയിലുള്ള കുറേ അനുഭവങ്ങളുണ്ടല്ലോ, പിന്നെ ഞാനൊരു AML പേഷ്യൻ്റ് ആയ അതിലുള്ള കുറേ അനുഭവങ്ങളുണ്ടല്ലോ, പിന്നെ ചെറിയ ചെറിയ യാത്രകൾ, പിന്നെ ഫുഡ്, പിന്നെ എൻ്റെ ചുറ്റുപാട്, ഞാനെന്ന വ്യക്തിയുടെ ചുറ്റുപാട്. കാരണം പരിമിതികളുള്ളത് കൊണ്ട് ആ പരിമിതിക്കകത്ത് നിന്നുള്ള വീഡിയോസ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അത് നിങ്ങളെങ്ങനെ ഉൾക്കൊള്ളും എന്നെനിക്കറിയത്തില്ല, എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കുകയാണ്. പിന്നെ അപ്പം ഞാൻ അങ്ങനെ ആ വീഡിയോസ് ചെയ്യാനുള്ള എൻ്റെ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറെടുക്കുകയാണ്. പിന്നെ ഇത് സംഭാഷണമാണ് കൂടുതലും ഞാൻ ഉദ്ദേശിക്കുന്നത്, സംഭാഷണം. അപ്പോൾ സംഭാഷണമാകുമ്പോൾ അതിനകത്ത് ഒത്തിരി പേരെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ ചെയ്യാൻ പറ്റും. ഫോൺ വെച്ചിട്ട് ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു ചെറിയ സ്റ്റാൻഡുണ്ട്, അപ്പോൾ അതിൽ ഫോൺ വെച്ചിട്ട് എൻ്റെ റൂമിൽ അല്ലെങ്കിൽ ഹോളിൽ അല്ലെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് അങ്ങനെ ഇരുന്ന് എൻ്റെ സംഭാഷണങ്ങൾ എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എഡിറ്റിംഗ് ഒക്കെ വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മോനെ ഹെൽപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ കവിത പ്ലസ് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പം ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു സംഭാഷണം ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ റിപ്പീറ്റേഷൻ വരാം, തെറ്റുകുറ്റങ്ങൾ വരാം. ക്ഷമിക്കുക, തിരുത്തി തരണം. അപ്പോൾ വീഡിയോസ് ആ തെറ്റുകൾ മനസ്സിലാക്കി കൂടുതൽ നല്ലതാക്കാൻ എന്നെ സഹായിക്കും. പിന്നെ അതുപോലെ ഈ വീഡിയോസ് ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും, 2 നടക്കുമോ എന്നറിയില്ല, ഒരു വീഡിയോ എങ്കിലും ഇടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാം സപ്പോർട്ടുണ്ടെങ്കിൽ എൻ്റെ ആഗ്രഹം സാധിക്കും എന്നെനിക്ക് ഉറപ്പാണ്. കാരണം ഏത് കാര്യവും നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ നടക്കുകയുള്ളൂ. എൻ്റെ ആഗ്രഹം ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് അത് തനിയെ നടക്കില്ല. നമ്മൾ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് സാധിച്ചു എന്ന് വരില്ല. പക്ഷെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ സാധിച്ചേ മതിയാകും. അപ്പോൾ നമുക്ക് അത് എൻ്റെ ആ ഒരു കാര്യം, സംഭാഷണങ്ങൾ ചിലപ്പോൾ പലർക്കും ഉപകാരപ്പെട്ടെന്നിരിക്കാം. പല അറിവുകളും തരണം എന്നാഗ്രഹിക്കുന്നുണ്ട്, അതും പലർക്കും ഉപകാരപ്പെട്ടെന്നിരിക്കാം. അപ്പോൾ അവർ തിരിച്ചു പറയുന്നത് എനിക്കും ഉപകാരപ്പെട്ടെന്നിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സംഭാഷണം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ആ തെറ്റുകൾ ഞാൻ മാക്സിമം തിരുത്താൻ ശ്രമിക്കാം. പിന്നെ അതുപോലെ നിങ്ങൾ ഈ കവിത പ്ലസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് ഫസ്റ്റിലെ കാണാൻ സാധിക്കും. അങ്ങനെ എൻ്റെ എല്ലാ ശ്രമങ്ങളും എൻ്റെ ഏറ്റവും വലിയ ഊർജത്തിൽ ഞാൻ തുടങ്ങുകയാണ്.
അപ്പം ഒന്നുകൂടി ഞാൻ പറയുന്നു, എല്ലാവരും എനിക്ക് വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്കാരം.